നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളുടെ വിവരങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ അറിയിക്കുന്നതാണ്. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഉദ്ഘാടനം ബഹുമാന്യനായ ഡോക്ടർ രാജേന്ദ്രൻ സാറാണ് നിർവഹിക്കുന്നത്. അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും റിട്ടയർ ചെയ്ത ഒരു പ്രൊഫസറാണ്. കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വളരെയധികം പ്രാഗൽഭ്യം തെളിയിച്ച അതുല്യനായ ഒരു അധ്യാപകനാണ് ഡോക്ടർ രാജേന്ദ്രൻ സാർ. അദ്ദേഹമാണ് മഹാരാജാസിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകൾ ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് ആദ്യമായിട്ട് ലഭിക്കുക. ഗുഡ് മോർണിംഗ് ടു എവരിബഡി. ആറ്റിങ്ങൽ മഹാരാജാസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ സ്കൂൾ ഗോയിങ് വിദ്യാർത്ഥികളുടെ ഓൺലൈൻ ക്ലാസ്സസിന്റെ ഉദ്ഘാടനം നടത്തുന്ന കർമ്മമാണ് ഈ പ്രോഗ്രാം. ഈ കർമ്മം നടത്തുന്നതിന് എന്നെ ഇവിടേക്ക് ക്ഷണിച്ച ഈ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡയറക്ടർ, മറ്റ് ഫാക്കൽറ്റി മെമ്പേഴ്സിനും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. +1, +2 സയൻസ് സ്റ്റുഡൻസുകൾക്ക് ട്യൂഷൻ സെന്റേഴ്സിലെല്ലാം 2 തരം കോച്ചിങ്സ് ആണ് സാധാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, അവരുടെ കോഴ്സ് വർക്ക് എക്സാമിനേഷൻസ് ഫേസ് ചെയ്യാനുള്ളതും, രണ്ടാമത്തേത് കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻ എഴുതാനുള്ള പരിശീലനം, മെഡിക്കൽ, എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതാനുള്ള ഹെൽപ്പിംഗ്. സോ സയൻസ് സ്റ്റഡീസ് മുഴുവനും എൻട്രൻസ് ഓറിയന്റഡ് രീതിയിലാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് ആവുമ്പോൾ എല്ലാ സയൻസ് സബ്ജക്റ്റിന്റെ എല്ലാ സബ്ജക്റ്റിന്റെയും ബേസിക് ഐഡിയാസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ സബ്ജക്റ്റിൽ ഒരു ഡെപ്ത് നോളജ് കുട്ടികൾക്കുണ്ടാകാൻ പറ്റുകയുള്ളൂ. മാത്രമല്ല, ഈ ബേസിക് ഐഡിയാസ് ശരിക്കും മനസ്സിലാവുന്ന കുട്ടിക്ക് ആ സബ്ജക്റ്റ് പഠിക്കാനും അതിനോടൊരു നാച്ചുറൽ അഫിനിറ്റി ഉണ്ടായി വരുമ്പോൾ അതിൻ്റെ പഠിത്തം അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. I am Dr. Rajendran, a retired professor of chemistry from Kerala University, Toronto. ഈ ചടങ്ങ് ഉദ്ഘാടനത്തിന് +1, +2 സ്റ്റുഡൻസുകൾക്കുള്ള സയൻസ് സബ്ജക്റ്റുകൾക്ക് ഒരു ഡെപ്ത് നോളജ് കിട്ടുന്നതിന് അതിൻ്റെ ബേസിക് ഐഡിയാസ് വളരെ എസെൻഷ്യലാണ്. സോ കെമിസ്ട്രിയിലെ സബ്ജക്റ്റിൽ +1കാർക്കും +2കാർക്കും വളരെ ഈസിയായിട്ട് ആ സബ്ജക്റ്റ് പഠിക്കുന്നതിനുള്ള അതിലെന്തെല്ലാം ബേസിക് ഐഡിയാസ് ഉണ്ടോ അതെല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഈ പ്രോഗ്രാം ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റ് പൊതുവെ പഠിക്കാൻ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. കാരണം 10th വരെയുള്ള സിലബസ് കണ്ടിന്യൂഷൻ അല്ല ഈ +1, +2 കോഴ്സസിന്റെ സിലബസ്. പുതിയ രീതിയിലാണ് ആ സിലബസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഒറ്റയടിക്ക് കയറി അതിനെ പഠിക്കുക എന്നുള്ളത് കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ ആ യൂണിറ്റുകളിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പേ അതിലെന്തെല്ലാം ബേസസ് പ്രിലിമിനറി ആയിട്ടുണ്ടോ അതെല്ലാം ശരിക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് ആ സബ്ജക്റ്റിൽ കയറി നോക്കൂ. അത് പഠിക്കാൻ സ്വന്തമായിട്ട് നമുക്കൊരു താല്പര്യം ഉണ്ടായി വരികയും ചെയ്യും. ഒരു ഡെപ്ത് നോളജ് ആ സബ്ജക്റ്റിൽ കിട്ടുകയും ചെയ്യും. അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് +1 സ്റ്റുഡൻസുകൾക്ക്, സയൻസ് സ്റ്റുഡൻസുകൾക്ക് വേണ്ടിയുള്ള കെമിസ്ട്രിയിൽ +2കാർക്കും ഉപയോഗിക്കാം,
പ്ലസ് കെമിസ്ട്രിയിൽ എന്തെല്ലാം ബേസിക് പ്രിലിമിനറി ടേംസുകളുണ്ടോ അതിൻ്റെ എല്ലാം ആപ്ലിക്കേഷൻസും അതിൻ്റെ എല്ലാ മീനിങ്സും എല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഈ ക്ലാസ് ഞാൻ ആരംഭിക്കുന്നത്. കെമിസ്ട്രി നമുക്കെല്ലാവർക്കും അറിയാം. ഇറ്റ് ഡീൽസ് വിത്ത് ദി യൂണിവേഴ്സൽ പാർട്ടിക്കിൾ. എന്തെല്ലാം പാർട്ടിക്കിൾ ഈ യൂണിവേഴ്സിൽ ഉണ്ടോ അവരുടെ എല്ലാം ബേസിക് കമ്പോണന്റ് ബേസിക് ആയിട്ട് അടങ്ങിയിരിക്കുന്നത് ഈ കെമിക്കൽ സബ്സ്റ്റൻസുകളാണ്, കെമിക്കൽ മാറ്റേഴ്സാണ്. ഏത് സബ്സ്റ്റൻസ്, ഏത് മെറ്റീരിയൽ എടുത്താലും, ലൈഫ് ഉണ്ടായിരുന്നാലും ലൈഫ് ഇല്ലാത്തായിരുന്നാലും, ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കെമിക്കൽ സബ്സ്റ്റൻസ് വെച്ചിട്ടാണ്. ഒരു ഹ്യൂമൻ ബോഡി തന്നെ എടുത്ത്, ഹ്യൂമൻ ബോഡി ബിൽഡ് ചെയ്തിരിക്കുന്നത് അമിനോ ആസിഡുകൾ വെച്ചാണ്. അമിനോ ആസിഡ് എന്ന് പറയുന്ന ആരാ? ഒരു കെമിക്കൽ സബ്സ്റ്റൻസാണ്. ഹ്യൂമൻ ബോഡി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫുഡ് വേണം. ഫുഡ് മെറ്റീരിയൽസ് എന്താ? അതും കെമിക്കൽ കോമ്പൗണ്ടാണ്. ഈ ബോഡി ഡിസീസ് ഫ്രീ ആയിരിക്കണം, രോഗങ്ങളൊന്നും വരാൻ പാടില്ല. അപ്പൊ അതിനും വി നീഡ് കെമിക്കൽ മെറ്റീരിയൽസ്. അതിനാണ് നമ്മൾ മെഡിസിൻ അല്ലെങ്കിൽ ഡ്രഗ്സ് എന്നൊക്കെ പറയുന്നത്. നമുക്ക് എന്നാ പറയാം, ഇപ്പോഴത്തെ COVID-19 വൈറസ് നമ്മളെല്ലാം അറ്റാക്ക് ചെയ്യാൻ റെഡിയായിട്ടിരിക്കുന്ന ഈ വൈറസിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള കെമിക്കൽ കണ്ടുപിടിക്കാനാണ് ലോകം ഒട്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരെയും ഡിസ്ട്രോയ് ചെയ്യണമെങ്കിൽ നമുക്കൊരു കെമിക്കൽ കോമ്പൗണ്ട് തന്നെ വേണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കെമിസ്ട്രി ഈസ് ഡീലിംഗ് വിത്ത് ദി മാറ്റേഴ്സ്, universal matters present everywhere. So we start with the studies of that matter. Matter exists in three states: solid, liquid, and gas. You can have a brief note from this information. Solid state, you know, simple example is our earthy material, earth, our sand, manna. It is what? It is silicon dioxide. That's a solid chemical, solid matter. Then liquid, our drinking system, that is water, that is a liquid matter with the formula H2O, made with the hydrogen and oxygen. Then matter in gas, most common is air. Air is a gas. That is a mixture of three different gases: nitrogen, oxygen, and inert gas. Inert gas with a major amount of argon. So our respiratory air is nitrogen, oxygen, argon. They are chemical matters. This matter is in solid, liquid, gas. That you already studied in your junior classes, but still I am explaining because it is essential for these basic studies. Then with respect to the composition, the matter can be further divided as element and compound.
element and compound. The elemental state means our matter and element is only one kind of atom. Another one type, one kind of atom. One kind of atom is present. That is an element. Only one kind of atom. ഒരു ടൈപ്പ് ആറ്റം മാത്രമുള്ള chemical material ആണ് element. But a compound, they have more than or different kind of atom. Different kinds of atom compound. Element is transforming to compound through chemical combination. That is called chemical reactions. Through chemical reactions, elements transforms to compound. So they have chemical reaction means these elements have natural ability. പ്രകൃതി എന്ന കഴിവ് കൊടുത്തിട്ടുണ്ട്. A natural ability to join with others to form compound. Compound ആകുന്നതിന് ഈ യൂണിവേഴ്സിൽ കിടക്കുന്ന എലിമെന്റുകൾ വെറുതെ കിടക്കില്ല. അത് വേറെ പാർട്ടിക്കിളുമായിട്ടൊക്കെ ചേർന്ന് ആ ജോയിനിങ് ആണ് കെമിക്കൽ റിയാക്ഷൻ ആൻഡ് പ്രൊഡ്യൂസ് compound with a different kind of atoms. So elements have combining capacity, ability to join with other, combining capacity. വേറൊന്നുമായിട്ട് ചേരാനുള്ള കഴിവ്. ഇപ്പൊ കെമിസ്ട്രിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ കമ്പൈനിങ് കപ്പാസിറ്റിയെ we measure using a parameter called valency. And valency, that is a mathematical number indicating the power of that element to undergo reaction. Power. For example, an element A has valency 2, element B has valency 1. Indication that A is more reactive than B, because it can react 2 times. B യുടെ 2 ഇരട്ടി റിയാക്ഷൻ എക്ക് ചെയ്യാൻ പറ്റും. സോ കെമിക്കൽ ആക്ടിവിറ്റിയുടെ പവർ അളക്കാനുള്ള സ്കെയിലാണ് വാലൻസി. അപ്പൊ ഞാൻ ആ വാലൻസി കൂടെ ഇതിനോട് പറഞ്ഞ കാര്യം നിങ്ങളുടെ സിലബസിലേക്ക് കിടക്കുകയാണ്. ഈ സിലബസിൽ ഈ എലിമെന്റ്, how many elements, what are that elements, along with that and a valency, especially entrance എഴുതുന്ന കുട്ടികൾ അറിഞ്ഞിരുന്നാലേ പറ്റൂ. അപ്പോ so our next program is the element and their valency. So we discuss on element and valency. Element and their valency. Now, so far we have 118 elements. ഇപ്പോൾ ഇത്ര എലിമെന്റുകളാണ്. പിന്നെയും വരാം. In due course ഇതിന്റെ നമ്പർ കൂടാം. At present, 118 elements, 118 elements. So all these elements have their own reactive power, means valency, respective valency also. According to your syllabus, you have to study the symbol of these elements. Symbol. All elements have symbol and valency
the symbol value and their identification number. Identification. You have to identify an element. An element നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. Identification. Just like we have Aadhaar number. Aadhaar number ആണ് നമ്മുടെ ഐഡന്റിഫിക്കേഷൻ നമ്പർ. അതുപോലെ എലിമെന്റിന്റെ ഐഡന്റിഫിക്കേഷൻ നമ്പർ ഈസ് identification number is technically called atomic number. ഇതിനാണ് atomic number. The atomic number of ഈ respective elements നമ്മൾ കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. അത് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ആളുടെ ജോലിയാണ്. അവർ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടെ ആ വാല്യൂസ് കാണിക്കും, അതിന്റെ വാല്യൂ. അപ്പൊ ഇങ്ങനെ നമ്പർ ഉണ്ടെന്ന് നിങ്ങൾ അറിയണം. atomic number is the atomic number is used to identify these elements. So, element with atomic number 1 to, you can take out this 1 to 92 is our natural elements. Naturally occurring elements, naturally present. Are naturally occurring elements. The 93 onwards, that is up to 180, all are man-made element, and artificial or synthetic element. Synthetic elements are. And the very stability illa, they are highly radioactive also. Anyway, ഈ എലിമെന്റ് എല്ലാം ഐസൊലേഷൻ നടന്നു കഴിഞ്ഞു. സോ 93 to 180 are synthetic. So how we represent the symbol of all these elements is three ways. One is using English word. English words. Other method was from Latin words, and third one by using atomic number. So three different methods are used to represent the symbol of elements. Majority, എന്നുവെച്ചാൽ ഭൂരിഭാഗം എലിമെന്റ്സുകൾക്കും ഇംഗ്ലീഷ് വേർഡാണ്. ലാറ്റിൻ വളരെ കുറവാണ്. അറൗണ്ട് 11 എലിമെന്റ്സ്, 11 എലിമെന്റുകൾക്കാണ് സിമ്പിൾ യൂസിംഗ് ലാറ്റിൻ. Then elements from atomic number are beyond 100. Or 100 to 180. So elements having atomic number beyond 100 have their symbol from atomic number. Atomic number is used to represent the symbol. I will show how it is done. Hydrogen, you know, this is the first element with atomic number 1, hydrogen. We write like this. Atomic number is 1 and the symbol within the first letter H. So hydrogen is H. Magnesium, there is another English word for the element. Atomic number 12. This number you did not study. And the symbol M and G, Mg, an English word. Likewise, elemental symbol can be taken using English word and a few elements, that is around 11 elements.
Latin. However, those who are writing for entrance should study what are the elements carving such a Latin verse. They are sodium, first letter is S, second is O. First wala, second wala, last one wala. Symbol is only Na. So Na is coming from a Latin word called natrium. Natrium. We are already studying, but we are recollecting that. Potassium. Symbol goes to K. K is no K. So Latin is Kalium. Lead is Pb. Well, P illa B illa. So plumber. Pb. Tin is SN. S N but S illa. So Latin word is there. Stana. Antimony. SB. And S illa B illa. So stibium. SB. Stibium. Copper. That is Cu. That is cuprum. Latin word cuprum. Iron. Fe. It is from ferrum. Iron ferrum. Silver is Ag. Argenta. Silver. Gold. But I will remove it and write. Gold. AU. Aram. Tungsten. It is W. That letter is not here. So it is Wolfram. These are the elements carving their respective symbol for Latin. Entrance എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടി ഇതിൽ ഏതെങ്കിലും എലിമെന്റ് അവർക്ക് ചോദിക്കാം. What is the corresponding Latin word used to represent the symbol of iron? Silver, argenta. Like this you have to study. So this chart will help to identify the corresponding Latin word. Then recently, elements having atomic numbers 100 onwards, 100 to 180, the symbolic representation is using IUPAC. IUPAC has proposed a certain rule. IUPAC, International Union of Pure and Applied Chemistry.
This organization is proposing a new method to represent the symbol of elements from atomic numbers 100 to 180. And that is using the digit in this number. Digit. Here 118 or 100. And that digit has some root name. So I prepare another chart for showing the root name of these respective digits. So root name for the digits in atomic number. Digits in atomic number. Prepare a chart like that. 0. For 0, the meaning of 0 is nil, none, ഒന്നുമില്ല. അപ്പോൾ ആ വേർഡ് തന്നെ nil. 0 means nil. Symbol is En. First letter. Then atomic number 1, that is unique. That is U. 1 എന്നുള്ള unique. Atomic number 2, digit 2, by, that is B. 3, try, so T. 4 ന് ടെട്ര അല്ല, കോഡ്, QUAD, കോഡ്, symbol Q. 5, also common name, bend, so P. 6, hex, H. 7, septic, SCPT, septic, so S. I am writing, continuing here. 8, oct, O. 9, Enya, a word like Enya or N, symbol E. This root name you have to study for representing the symbol for elements having atomic numbers 100 to 180. Clear? I will show an example. Say 1, 0, 80. What is the IUPAC symbol for an element having atomic number 108? What you have to do is, you take the root name of 1. 1 is nil, so write nil. Then 0, 1 is unique, not nil, unique. Then 0 and nil, so write nil. Uni, nil, then 8. 8 is oct. ഇതെല്ലാം കൂടെ ഞാൻ ചേർത്തങ്ങ് എഴുതാം. യൂണി, നിൽ, ഒക്ട്. ഇനി ending is always by IUM. There should be an ending of IUM. Press IUM. So read as uni, nil, octium. Uni, nil, octium. അതാണ് ഈ എലിമെന്റിന്റെ നെയിം, യൂണി, നിൽ, ഒക്ടിയം. അതിന്റെ കറസ്പോണ്ടിങ് സിമ്പിൾ എഴുതാൻ പറഞ്ഞാൽ യൂണി, that is U. Then nil, first letter N. Octium, O, UNO symbol.
So both the name and the symbol can be arrived by this route. I will show one more example. Say 1, 2, 4. Suppose you have to write the name of this element and its symbol. So you write it 1. 1 is uni. Then 2, it is bi. Uni bi. Then 4 is chord. Uni bi chord. Ini ending. Ending is IUM. Unibicordium. Unibicordium is the name of that element. Symbol എഴുതാൻ പറഞ്ഞ uni U, biക്ക് B, cordium Q. So UBQ. Likewise, you select any number and try to practice both the name and the symbol of such elements.